നമസ്കാരം പ്രിയപ്പെട്ടവരെ, മലയാളികളെന്നും പ്രതീക്ഷകളോടെ കാത്തിരിക്കുന്ന തിരുവോണനാൾ വരവായി. കേരളമൊട്ടാകെ തിരുവോണത്തിരക്കിൽ മുഴുകിയിരിക്കുന്നു. കേരളത്തിൻ്റെ എക്കാലത്തെയും ഏറ്റവും വലിയ ആഘോഷമായ ഓണത്തെ രാഷ്ട്രീയവൽക്കരിക്കരുത് എന്ന് എല്ലാവരും പറയാറുണ്ട്. ഓണത്തിന് രാഷ്ട്രീയമുണ്ടോ? ഓണത്തിൽ ഒളിഞ്ഞുകിടക്കുന്ന ആ രാഷ്ട്രീയത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. കള്ളവും ചതിയും വഞ്ചനയും ഇല്ലാത്ത ഒരു മഹത്തായ കാലമായിരുന്നല്ലോ മാവേലിയുടെ ഭരണകാലം. സുന്ദര സുരഭിലമായ കേരളനാട്, ജനഹിതമറിഞ്ഞ ഉത്തമ ഭരണത്തിന് ഉദാഹരണമായ നാട്. അങ്ങനെയൊരു നാടിനെ പഴയ കാലത്ത് നിന്ന് ജനങ്ങൾ മടക്കി വിളിക്കുന്ന അവസ്ഥയിൽ നിലനിന്നുകൊണ്ട് ഇന്ന് നാം ഓണം ആഘോഷിക്കുന്നു. നഷ്ടപ്പെട്ടുപോയ സദ്ഭരണത്തെ തിരികെ കൊണ്ടുവരാനുള്ള ജനഹിതം ഇവിടെ ഓണാഘോഷത്തിൻ്റെ അഭിലാഷമായി മാറുന്നു. അതുകൊണ്ട് തന്നെ ദുർഭരണം മാറ്റി സദ്ഭരണം കൊണ്ടുവരുവാനുള്ള ജനാധിപത്യ അഭിവാഞ്ച ഓണാഘോഷത്തിൻ്റെ അടിസ്ഥാനമായി മാറുന്നത് തികച്ചും സ്വാഭാവികമാകുന്നു. ഒരു പക്ഷേ ലോകത്തിലെ തന്നെ ഏറ്റവും പുരാതനമായ ജനാധിപത്യ ഇടപെടലുകളിലൊന്നായി നിലനിൽക്കുന്ന കേരളീയ പുരാവർത്തമാണ് ഓണാഘോഷത്തെ അർത്ഥവത്താക്കുന്നത്. ജനാധിപത്യ പരിസരത്ത് കൃത്യമായ രാഷ്ട്രീയ ഇടപെടലിൻ്റെ ഓർമ്മയുമായി മുറതെറ്റാതെ ഓണവും മാവേലിയും നമ്മുടെ ഇടയിലേക്ക് കടന്നു വരുന്നു. ജനാധിപത്യ സംവിധാനത്തിൽ പലപ്പോഴും അന്യമായി പോകുന്ന നന്മ തിരികെ വരുമെന്നുള്ള ശുഭപ്രതീക്ഷയും ഓർമ്മപ്പെടുത്തലുമാണ് ഓരോ ഓണവും. ഹിതകരമല്ലാത്തതിനെ മാറ്റാൻ ഗുണകരമായതിനെ തിരഞ്ഞെടുക്കുവാനും ജനങ്ങൾക്ക് അധികാരമുണ്ടെന്ന സന്ദേശം അത് നൽകുന്നു. അധികാരം ജനാഭിലാഷത്തിന് വഴിമാറുമെന്ന പരമാർത്ഥത്തിൻ്റെ പ്രതീകാത്മകമായ ആഘോഷമാണ് ഓണം. ഓണം ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ഒഴിഞ്ഞുപോയ ഭരണകർത്താക്കൾക്ക് തിരുത്തുവാനും നിലവിലെ ഭരണകർത്താക്കൾക്ക് സദ്ഭരണം കാഴ്ചവെക്കുവാനും ഒരു അവസരം കൂടി ഞങ്ങൾ നൽകിയിരിക്കുന്നു എന്ന ഓർമ്മപ്പെടുത്തൽ. ഓണവും മാവേലിയും ഒരു ആഘോഷമായി വീണ്ടും വരുമ്പോൾ ഇതുകൂടി നമുക്ക് ഓർത്തു വയ്ക്കാം. അധികാരം ജനനന്മയ്ക്ക് വേണ്ടി. അതായിരിക്കട്ടെ നമ്മുടെ തിരുവോണ സ്മരണ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ തിരുവോണ ആശംസകൾ. ജയ് ഇന്ത്യൻ നാഷണൽ വ്യാപാരി വ്യവസായി കോൺഗ്രസ്.